ബി.ജെ.പി. ദേശീയ നേതൃത്വവുമായി കെ അണ്ണാമലൈ കൂടിക്കാഴ്ച നടത്തുന്നു. പാർട്ടി വിടുന്ന കാര്യം അണ്ണാമലൈ നേതൃത്വത്തെ അറിയിക്കും. ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷുമായാണ് ചർച്ച നടത്തുന്നത്. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അണ്ണാമലൈ കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ഇ.ആർ. രാഗേഷാണ് ചേരുന്നത്. ഇ.ആർ. രാഗേഷ്, ഈ ചർച്ചയിൽ അതായത് പാർട്ടി വിടുന്നതിൽ ഒരു തീരുമാനമായതിനു ശേഷമായിരിക്കുമോ അണ്ണാമലൈ ഈ കൂടിക്കാഴ്ചകൾക്കൊക്കെ നിലവിൽ മുതിരുന്നത്? എന്തായിരിക്കും അണ്ണാമലയുടെ ഒരു തീരുമാനം? കാത്തിരുന്ന് കാണുക എന്നുള്ളതായിരുന്നല്ലോ ഇന്നലെ തന്നെ അണ്ണാമല പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ. ശ്യാമിലി, ബി.ജെ.പി. വിടുക എന്ന തീരുമാനത്തിൽ അണ്ണാമലൈ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അണ്ണാമലൈ പാർട്ടിയുമായി അകൽച്ചയിലാണ്. ഏതായാലും ഇന്നലെയാണ് അണ്ണാമലൈ ഡൽഹിയിലെത്തിയത്. ഇപ്പോൾ നിർണായക കൂടിക്കാഴ്ചകൾ തുടരുകയാണ്. ആദ്യം ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. പിന്നീട് ദേശീയ അധ്യക്ഷൻ അല്പം മുമ്പ് നിതിൻ നബീനുമായി അദ്ദേഹം ചർച്ച നടത്തി. ഏതായാലും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ആദ്യമായി അവസരം നൽകിയ പാർട്ടി ബി.ജെ.പി. ആണ്. സ്വാഭാവികമായും അത്തരം അവസരം നൽകിയത് നന്ദി അറിയിക്കുക അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ കൂടിക്കാഴ്ച എന്നാണ്. ഏതായാലും ഈ കൂടിക്കാഴ്ചയിൽ പാർട്ടി വിടുന്നു എന്ന കാര്യം അദ്ദേഹം നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിതിൻ നബീനുമായുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനത്തിൽ പുനരാലോചന വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും അതിൽ എന്ത് തീരുമാനം അണ്ണാമല എടുക്കും എന്നുള്ളത് നിർണായകമാണ്. പക്ഷേ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അണ്ണാമല തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു, പുതിയ പാർട്ടിയുമായി പോകും എന്ന് തന്നെ കാര്യമാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കൂടിക്കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഏതായാലും അമിത്ഷാ അടക്കമുള്ള നേതാക്കളാണ് അണ്ണാമലൈ, പ്രത്യേകിച്ച് അദ്ദേഹം കർണാടക കാഡർ IPS ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നു. പിന്നീട് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഒരു വർഷത്തിനുള്ളിൽ ബി.ജെ.പി. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ അധ്യക്ഷനാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അണ്ണാമലൈ പാർട്ടി വിടാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശ്യാമിലി. ശരി, ഇ.ആർ. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.